യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ അതല്ലെങ്കിൽ അമേരിക്കയിലാകട്ടെ മസ്കിൻ്റെ ടെസ്ലയുടെ ഷോറൂമുകളും വാഹനങ്ങളും നിരന്തരമായി ആക്രമണത്തിന് വിധേയരായി തുടങ്ങി. അവരുടെ ഷോറൂമുകൾ പലരും തീകത്തിച്ചു, അടിച്ചു തകർത്തു. ടെസ്ല കാറുകൾ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് തീയിട്ടു. അപ്പോൾ ഇങ്ങനെ ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഉപദേഷ്ടാവായതോടുകൂടി മസ്കിൻ്റെ സമയം മാറുകയായിരുന്നു. അദ്ദേഹത്തിന് ശനിദശയാണ് എന്ന് പലരും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് ഇലോൺ മസ്കിൻ്റെ സ്വന്തം സമൂഹ മാധ്യമമായ എക്സ് കഴിഞ്ഞ ദിവസം വൻതോതിലുള്ള സൈബർ ആക്രമണത്തിന് വിധേയമായി എന്നുള്ളതാണ്. അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ആദ്യ ഘട്ടം സൈബർ ആക്രമണം നടന്നത്. അമേരിക്കയുടെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളെയാണ് ആദ്യം ഈ സൈബർ ആക്രമണം ബാധിച്ചത് എങ്കിൽ പിന്നീട് അങ്ങോട്ട് അമേരിക്കയിലെ ചിക്കാഗോ ഉൾപ്പെടെയുള്ള ഡാലസ് ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയായിരുന്നു. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഇതിന് പരിഹാരം ഉണ്ടാക്കാനും തന്നെ കഴിയാതെ വന്നതോടെ മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ എത്തി മസ്കിനെ നിരന്തരമായി വിമർശിക്കുന്നതും കാണാമായിരുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവം, ടെക്സാസിലെ ടെസ്ല ഷോറൂമിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഒരു അജ്ഞാത സന്ദേശം എത്തിയിരുന്നു. ഇതനുസരിച്ച് അവിടെ പരിശോധന നടത്തിയ പോലീസ് സംഘം ചില സംശയകരമായ വസ്തുക്കൾ കണ്ടെടുത്തതായി പറയപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തതായോ അതല്ലെങ്കിൽ കണ്ടെടുത്ത വസ്തുക്കൾ സ്ഫോടക വസ്തുക്കളാണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെ ഇനിയും പുറത്ത് വിട്ടിട്ടില്ല.